പുതിയ ഇൻകം ടാക്സ് ബില്ല് പ്രസന്റ് ചെയ്യുന്നുണ്ട് പാർലമെന്റിൽ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പുതിയൊരു നിയമം ഉണ്ടാക്കും, കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിരിക്കും കാര്യങ്ങൾ എന്നൊക്കെയാണ്. പക്ഷെ ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ 1622 പേജുള്ള ഒരു സംഭവമാണ്. നിലവിലുള്ള ഇൻകം ടാക്സിന്റെ വകുപ്പുകൾ 298 ആണെങ്കിൽ ഇതിനകത്ത് 536 ഉണ്ട്. അപ്പൊ അത് പോരാത്തതിന് ഒരു 16 സ്കെഡ്യൂൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനൽ ആയിരിക്കില്ല, എന്തായാലും ഇതിനകത്ത് കട്ടിങ്ങും എഡിറ്റിങ്ങും ഷേവിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി കട്ട് ഷോട്ട് ആവും എന്ന് വിചാരിക്കാം. എന്നാലും നിലവിലുള്ള നിയമത്തിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് പുതിയ ബില്ല് വരാൻ വേണ്ടി പോകുന്നത്, അഥവാ വരികയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് ചെറിയ 2-3 കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്, ഒന്ന് ഈ അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്നുള്ള വേർഡ് ഒഴിവാക്കിയിട്ട് ടാക്സ് ഇയർ എന്ന് പറയുന്ന ഒരു വേർഡ് വരും. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നതിൽ ചെറിയ റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ചെറുകിട ബിസിനസ്സുകാർക്ക് ഓഡിറ്റ് നിർബന്ധമാകുന്നത് ഇപ്പം 1 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഓഡിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നിലവിലുള്ളതെങ്കിൽ അതിന് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു 5 കോടിയാണ്. പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു 25 കോടി രൂപ വരെയൊക്കെ ടേൺ ഓവർ ചെയ്താൽ ഓഡിറ്റിൽ നിന്ന് ഒഴിവാകാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ചെയ്യുന്ന, അതായത് അനുമാന നികുതി കൊടുക്കുന്ന ആൾക്കാർക്ക് നിലവിൽ 2 കോടിയാണ് ടേൺ ഓവർ ലിമിറ്റ് എങ്കിൽ അതൊരു 3 കോടിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 50 ലാക്ക് 75 ലാക്ക് അത് 1 CR ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള നിയമത്തിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ ബില്ലിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അത് നാളെ പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പാർലമെന്റിൽ പ്രസന്റ് ചെയ്തിട്ട് നോക്കാം.